ചില വേദനിപ്പിക്കുന്ന തമാശകൾ. പലപ്പോഴും ചില തമാശകൾ നമ്മൾ ഒരു സമയവും കാലവും നോക്കാതെ അങ്ങ് തൊടുത്തുവിടാറുണ്ടല്ലേ. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളിൽ എത്രമാത്രം വിഷമം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അതൊരു തമാശയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത്തരത്തിലുള്ള തമാശ പറച്ചില്, തമാശ രൂപേണയുള്ള ചില നോവിപ്പിക്കുന്ന കാര്യങ്ങൾ പറച്ചില് നമ്മൾ പരമാവധി ഒഴിവാക്കിയേനെ അല്ലെ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വേദനിക്കും എന്നുറപ്പുള്ളത് കൊണ്ടാണല്ലോ ഇത്തരം വേദനിപ്പിക്കുന്ന തമാശകൾ ഇന്ന് ട്രെൻഡായിട്ട് നിൽക്കുന്നത്. എന്താണ് ഈ വേദനിപ്പിക്കുന്ന തമാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നിറത്തിന്റെ പേരിൽ, ശരീരത്തിന്റെ വലുപ്പത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരുങ്ങുന്നതിനെ പറ്റി, അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളെ പറ്റി ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് തട്ടിവിടാറുണ്ട്. ഇപ്പൊ മൂക്കാണെങ്കിലും അല്ലെങ്കിൽ കണ്ണുകളാണെങ്കിലും ചുണ്ടുകളാണെങ്കിലും അവർ നടക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ. ഫോർ എക്സാമ്പിൾ, നിന്റെ മൂക്ക് കണ്ടു കഴിഞ്ഞാൽ മത്തങ്ങയുടെ വലിപ്പമുണ്ട്, അല്ലെങ്കിൽ കത്തിരിക്ക വലിപ്പമുണ്ട്, നിന്റെ കണ്ണ് ഇതെന്താണ് അല്ലെ, നീ ഇങ്ങനെ വീപ്പക്കുറ്റി പോലെ വീർത്തി വരുവാണല്ലോ എന്ന് തുടങ്ങി ഒരുപാട്. ഇനി തലമുടി വെട്ടി അവര് ആ ചൂട് സഹിക്കാൻ വയ്യാതെ ഒന്ന് ഫുള്ള് ഹെയർ ഒന്ന് മൊട്ടയടിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രസ്താവിക്കും അവർക്ക് എന്തോ മാറാരോഗം ഉണ്ടെന്ന്. ഇനി അവര് ഹെയർ നീട്ടി വളർത്തി കഴിഞ്ഞാൽ അയ്യേ, കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുറെ ബാലാകോല പോലെ നീണ്ട് നിവർത്തി അങ്ങ് ഇട്ടിട്ടുണ്ട്, എന്തിനു കൊള്ളാം, ചകിരി പോലെ കുതിരവാല് പോലെ കിടക്കുന്നു. കാരണം ഈ പറയുന്നവരൊക്കെ പെർഫെക്റ്റ് മാൻ ഓഫ് ദി വേൾഡും പെർഫെക്റ്റ് ഹ്യൂമൻ ഓഫ് ദി വേൾഡും ഒക്കെ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ തമാശ രൂപേണ പറയുന്ന പല കാര്യങ്ങൾ, ചിലർ നടക്കുമ്പോൾ പറയും താറാക്കോഴി നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ചിലർ കഴിക്കുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കോഴി ഇങ്ങനെ കൊക്കി കൊക്കി ആഹാരം കഴിക്കുന്ന പോലെ. ഇനി സംസാരിക്കുന്ന രീതിയാണെങ്കിൽ അങ്ങനെ അവനവനെ പോലും നേരെ ചൊവ്വെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം കാലം മറ്റുള്ളവരുടെ വേദനയും മറ്റുള്ളവരെ അറിയാനും നമുക്ക് എങ്ങനെ കഴിവുണ്ടാവും? ഒന്ന് മനസ്സിലാക്കുക, ഒരടി നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അതിന്റെ വേദന മാറുമ്പോൾ, അല്ലെങ്കിൽ ആ അടയാളം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ പതിയെ മറക്കുമായിരിക്കും. പക്ഷേ തൊടുത്തുവിടുന്ന വാക്കുകൾക്ക് റിയാക്ഷനേക്കാളും ശക്തിയുണ്ട്. അത് എത്ര കാലം കഴിഞ്ഞാലും പറഞ്ഞ ആൾ അത് മറന്നാലും കേൾക്കുന്ന ആൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. മറ്റുള്ളവരുടെ അപര്യാപ്തതകൾ എന്താണോ അതിനെ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതിലാണ് വലിയ മനസ്സെന്ന് പറയുന്നത്. ആരും ഒന്നും തികഞ്ഞവരല്ല. ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരുമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഭംഗികളുണ്ട്. ആ ഭംഗി നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്വാളിറ്റികൾ നിർണ്ണയിക്കുന്നത് നിറത്തിന്റെയോ രൂപത്തിന്റെയോ ഭാവത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ കുറ്റം പറഞ്ഞ് നടക്കുന്നവരിൽ എത്ര പേർ മറ്റുള്ളവരുടെ വിഷമഘട്ടങ്ങളിൽ അവർക്കൊരു തുണയായിട്ടുണ്ട്? എത്ര പേർ മറ്റുള്ളവരെ കേൾക്കാനായിട്ടിരുന്നിട്ടുണ്ട്? എത്ര പേർ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവാക്കിയിട്ടുണ്ട്? എത്ര പേർ മറ്റുള്ളവരെ താങ്ങിയിട്ടുണ്ട്? പല പല ഘട്ടങ്ങളിലൂടെ പല പല സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഓരോ മനുഷ്യനും കടന്നു പോവുക. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനമാണ്. ആ മനസ്സമാധാനം നമ്മൾ നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഓരോ വാക്കുകളും ചെന്ന് അവരെ വേദനിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ രൂപത്തെ, അവരുടെ ഭാവത്തെ, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. ഇന്നത്തെ ഈ രീതിയൊന്നും ആയിരിക്കില്ല നാളെ നമ്മുടേത്. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഒരു ആസിഡ് വീണാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ രൂപഭംഗിയൊക്കെ, ഒരു മാറാരോഗം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ശരീരകാന്തിയൊക്കെ എന്ന്. ഇന്ന് നമ്മൾ ജീവിക്കുന്നു, നാളെ നമ്മൾ എന്താകുന്നു, എന്തായി തീരുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. പക്ഷേ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്ത് സംസാരിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷെ മറ്റുള്ളവരുടെ നേർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതുപോലുള്ള ചില വേദനിപ്പിക്കുന്ന തമാശകൾ പറയുന്നതിന് മുന്നേ നമ്മളൊന്ന് ചിന്തിക്കണം. കാലം നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ തമാശകളായിരിക്കും കരുതി വെച്ചിരിക്കുക. അത് ഫേസ് ചെയ്യാനുള്ള ഒരു ത്രാണി നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിയാക്കിക്കോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനായിട്ട് ശ്രമിക്കും. എല്ലാവർക്കും സമാധാനവും ശാന്തിയും നിറഞ്ഞ നല്ലൊരു ദിവസം നേരുന്നു. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.